learners, welcome back to Max Mandra. It's me Smija, your Abacus and Vedic Max trainer. So നമ്മൾ ഓൾറെഡി ഒരു അബാക്കസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ചു വേദിക്കിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ട് കുറേ ആയി. അപ്പോൾ വേദിക്കിൻ്റെ സീരീസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ക്ലാസ്സുകളുടെ എണ്ണം കൂടുതലും കാരണം കൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ നമ്മുടെ വേദിക്കിന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സിമ്പിൾ ടെക്നിക്കാണ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കും അതുപോലെ ചെറിയ കുട്ടികൾക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരിക്കും. വലിയവരായിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ഷെയർ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ മാത്സ് മന്ത്രയിൽ അബാക്കസ് വേദിക് മാത്സ് മാത്രമല്ല ട്യൂഷൻ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട്, ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള ട്യൂഷനും കാര്യങ്ങളും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, കാരണം എക്സാം ഒക്കെ വരുവാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാട്ടോ, ധൈര്യമായിട്ട് ചെയ്തോളൂ, നമ്മളുണ്ട് കൂടെ. അപ്പോൾ നമുക്ക് പോവാം അല്ലേ, വേദിക് മാത്സിൻ്റെ സെക്ഷനിലേക്ക് പോവാം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ക്രിസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, വേദിക് മാത്സിൻ്റെ തന്നെ വൺ ഓഫ് ദ പവർഫുൾ ടൂളാണ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ പവർഫുൾ സൂത്രയാണ് വേദിക് മാത്സിൽ വരുന്നത്. അപ്പോൾ അതിൽ ഈസി ആയിട്ട് നമുക്ക് ഏത് ഡിജിറ്റ്, എനി ഡിജിറ്റിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ, ഞാൻ ക്ലാസ് ആയിട്ട് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്തിരിക്കണം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് വേറൊരു സിമ്പിൾ മെത്തേഡാണ്. അബാക്കസിൻ്റെ മാറ്റിയിട്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ നമുക്ക് 1ൻ്റെ ടേബിൾ അറിയാം, 2ൻ്റെ ടേബിൾ അറിയാം, 3ൻ്റെ ടേബിൾ, 4ൻ്റെ ടേബിൾ, 5ൻ്റെ ടേബിൾ, 6, 7, 8, 9, 10 ഇതുവരെയുള്ള ടേബിൾ എല്ലാവർക്കും ഷുവർ ആയിട്ട് അറിയുന്നുണ്ടായിരിക്കും. ദെൻ 11, 12 അല്ലേ. ബാക്കിയുള്ളത് നോക്കുമ്പോൾ 15 കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ നോക്കുമ്പോൾ 20 കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ പോയിട്ട് 22 കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ 25, പിന്നെ 30 അല്ലേ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ടേബിൾ വരും, ഈസി ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇതൊന്നും വേണ്ട, നമുക്ക് 1 to 10 വരെയുള്ള ടേബിൾ എന്തായാലും എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുമല്ലോ. ഇത് വന്നാൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റും. നോക്കാം. അപ്പോൾ 10 ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, 13 ഒരു നമ്പർ. ഓക്കെ, ഞാനൊരു റാൻഡം ആയിട്ടൊരു നമ്പർ കളക്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് 54 എന്ന നമ്പർ. 54 എന്നൊരു നമ്പർ ഞാൻ കളക്ട് ചെയ്യാണ്. സോ ഈ 54 എന്ന നമ്പറിന് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് 2 പാർട്ടാക്കി മാറ്റി. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ 2 പാർട്ടാക്കി മാറ്റി. അതിനുശേഷം ഞാൻ 5ൻ്റെ ടേബിളും അതുപോലെ 4ൻ്റെ ടേബിളും താഴ്ത്തി എഴുതാൻ പോകുന്നു. 5, 10, 15, 20, 25, 30, 35, 40, 45, 50 അല്ലേ. കറക്റ്റ് അല്ലേ. അതിനുശേഷം ഓക്കെ 4ൻ്റെ ടേബിളും ഞാൻ എഴുതി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മൾ 5ൻ്റെ ടേബിൾ എഴുതി, 4ൻ്റെ ടേബിൾ എഴുതി അല്ലേ. സാധാരണ നമ്മൾ എങ്ങനെ ചെയ്തിരുന്നത് നോർമൽ മെത്തേഡിൽ 54 × 1, 54 × 2, 54 × 3, 54 × 4 അല്ലേ. നമ്മൾ ഇങ്ങനെയാണ് സാധാരണ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ. ഇനി നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ്, ഇപ്പം നോക്കിയേ, 5ൻ്റെ ടേബിൾ എഴുതി, 4ൻ്റെ ടേബിൾ നമ്മൾ എഴുതി. ദെൻ നമ്മളിത് ഈ 2 നമ്പറും കൂടെ ആഡ് ചെയ്യും. സോ 54. ദെൻ 1 × 54 = 54. ദെൻ 2 × 54. ഓക്കെ, ഈ 2 നമ്പറും കൂടെ മെർജ് ചെയ്തു. അപ്പോൾ എത്രയാ? 108. ഓക്കെ, ഇത് ഒരുമിച്ച് എഴുതി നമ്മൾ. റെഡി? ദെൻ അടുത്തത് മെർജ് ചെയ്യല്ല, ഒരുമിച്ച് നമ്മൾ എഴുതി കേട്ടോ. ദെൻ അടുത്ത് നോക്കിയേ, ഇവിടെ ഒരു ക്യാരി ഓവർ വരുന്നുണ്ട് അല്ലേ. നമുക്ക് ഈ ഒരു 1 ക്യാരി ഓവർ വരുന്നുണ്ട് അല്ലേ. നമ്മൾ എന്താ പറയുക, 162 കണ്ടോ, 162 എന്ന് എഴുതാം. ദെൻ അതിന് ശേഷം ഈ ഒരു നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്തെഴുതാം. ദാറ്റ് ഈസ് 216. അതിനുശേഷം ഈ ഒരു നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്തെഴുതാം. ദാറ്റ് ഈസ് 270. അടുത്തത് പറഞ്ഞേ 324. അടുത്തത് 378. അടുത്തത് 432. അടുത്തത് 486. അടുത്തത്
540. Okay. 1 into 54, 2 into 54, 3 into 54, 4 into 54, 5 into 54, 6 into 54, 7 into 54, 8 into 54, 9 into 54 and 10 into 54. So, നമ്മുടെ ടേബിൾ വളരെ ഈസി ആയിട്ട് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമ്മുടെ ടേബിൾ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ടേബിൾസും വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വർക്ക് തരാം അല്ലേ. എന്തായാലും നമ്മൾ ഇത്രയൊക്കെ വർക്ക് ചെയ്തല്ലേ, അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു വർക്ക് തരാം. ശരി, 26ൻ്റെ ടേബിള് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം, എന്നിട്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വേദിക് മാത്സിനോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം 26ൻ്റെ ടേബിൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നമുക്കൊന്ന് റിപ്ലൈ തരാം, കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയേ, ഇവിടെ കണ്ടോ. അപ്പോൾ 5ൻ്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്തു. വൺസ് ഇത് 10s ആണ്, ഓക്കെ, ഇത് 100s. ഇങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്തുതരാം കേട്ടോ. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പിന്നെ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് ഷുവറായിട്ട് നമ്മൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല വേദിക് മാത്സിനായിക്കോട്ടെ അബാക്കസിനായിക്കോട്ടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാം. എക്സാമൊക്കെ വരാൻ പോകുന്ന പിള്ളേർക്ക് നമ്മളെന്തിനത്തെ ടൈം കളയുന്നത്, വെക്കേഷൻ ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. കാരണം ഇതൊക്കെ നമ്മുടെ സ്കിൽ കോഴ്സുകളാണ്. നമുക്ക് വെക്കേഷന് മുന്നേ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് എക്സാമിലൊക്കെ നല്ല സ്കോറുകൾ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.